നെയ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു 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 ബിദ്അത്ത് എന്ന് തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണ് നെയ്യത്ത് അത് ചൊല്ലി പറയുക. അപ്പോൾ നവൈതു സൗമ ഗദിനൻ അദാഇ ഫർളി റമളാൻ ഹാദിഹി സന ലില്ലാഹി തആല ചില ആൾക്കാർ ചൊല്ലിക്കൊടുക്കും. അതെ, തറാവീഹ് നിസ്കാരത്തിനൊക്കെ ശേഷം അങ്ങനെ ചൊല്ലിക്കൊടുക്കും. അത് ഏറ്റു പറയുന്ന രീതി അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഇപ്പോൾ ഇമാം നവവി റഹിമഹുല്ലൊക്കെ പറഞ്ഞത് മഹല്ലുഹാ അൽ ഖൽബു, അതിൻ്റെ സ്ഥാനം ഹൃദയമാണ്, ഹൃദയത്തിലാണ് അതിൻ്റെ സ്ഥാനം എന്നാണ്. അപ്പോൾ അത് തലഫുൽ, അത് ചൊല്ലിപ്പറയുന്ന രീതി എന്ന് പറയുന്നത് അത് ബിദ്അത്താണ്. എന്നാൽ നെയ്യത്ത് എപ്പോഴാണ് കരുതേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർള് നോമ്പാണെങ്കിൽ അത് ഫജ്റിൻ്റെ മുമ്പ് നെയ്യത്ത് കരുതുക എന്നത് നിർബന്ധമാണ്, സംശയമൊന്നുമില്ല. നെയ്യത്തിൻ്റെ രണ്ട് രൂപത്തിലുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഇപ്പം മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലൊക്കെ പറയുന്നത് കാണാം. ഇപ്പോൾ മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഒരു ഖൗലായി കൊണ്ടൊക്കെ കാണാൻ കഴിയും. അത് റമളാൻ മാസത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി ആ റമളാനിലെ മുഴുവൻ നോമ്പും നോക്കാൻ ഒറ്റ നെയ്യത്ത് ഒരാൾ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ റമളാനിൻ്റെ അവസാനം വരെ പിന്നെ ഓരോ ദിവസവും നെയ്യത്ത് പുതുക്കേണ്ടതില്ല. ഇത്തരം ഘട്ടത്തിൽ ഒരാൾക്ക് ഇടയ്ക്കൊരു ദിവസം വല്ല അസുഖമോ അല്ലെങ്കിൽ യാത്രയിലോ മറ്റൊക്കെ ആയി നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നാൽ പിന്നീട് ആ നോമ്പ് രണ്ടാമത് എന്നാണ് തുടങ്ങുന്നത് ആ സമയത്ത് വീണ്ടും എന്താക്കണം, നെയ്യത്തൊന്ന് പുതുക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. രണ്ടാമത്തെ രീതി, ഓരോ നോമ്പിനും അതാത് ദിവസം ഫജ്റാകുന്നതിന് മുമ്പ് നെയ്യത്ത് കരുതുക എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.